Hello Leute und herzlich willkommen. നമുക്കൊരുമിച്ച് ജർമ്മൻ പഠിക്കാം. എനിക്കറിയുന്ന കാര്യങ്ങൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. അപ്പോൾ ഇനി സമയം കളയാതെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നമുക്കിന്ന് OST പ്രൂഫും B1 സ്പ്രെഷൻ്റെ ടൈൽസ് എങ്ങനെയാണ്, എക്സാം പാറ്റേൺ എങ്ങനെയാണെന്ന് നോക്കാം. ഈ സ്പ്രെഷൻ എന്ന് പറഞ്ഞ ഒരു ടൈല് ടോട്ടൽ 15 മിനിറ്റ്സ് ആണ്. നമുക്കതിൽ മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുന്നത് 75 പോയിൻറ്റ്സുമാണ്. നമുക്ക് 3 ടൈലാണുള്ളത് എക്സാമിന്. അപ്പം അതിലത്തെ ഫസ്റ്റ് ടൈൽ അല്ലെങ്കിൽ ഔഫ്ഗാബെ 1 എന്ന് പറയുന്നത് കോൺടാക്റ്റ് ഔഫ്നാമയാണ്. കോൺടാക്റ്റ് ഔഫ്നാമ എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ പാർട്ട്ണറുമായിട്ട് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ഫേസ് ആണ് കേട്ടോ ഇത്. അപ്പം ഇതിലെന്താണ്, ട്രൈ ടു നോ യുവർ പാർട്ട്ണർ, പേരെന്താണ്, എവിടെയാണ് താമസിക്കുന്നത്, ഏതെല്ലാം ലാംഗ്വേജസ് സംസാരിക്കും, എന്താണ് പഠിക്കുന്നത്, ഹോബീസ് എന്താണ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞൊരു ഫേസാണിത്. ടെൽക്കിലൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഡി ടി സെറ്റിൻ്റെ പ്രൂഫിങ്ങിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു മോണോലോഗ് പോലെ അങ്ങോട്ട് പറഞ്ഞാൽ മതി പഠിച്ചു പോയിട്ട്. പക്ഷേ OSTയിലത്തെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു കൂടുതൽ അങ്ങോട്ട് ചോദ്യം ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഫസ്റ്റ് ടൈലാണ് കേട്ടോ ഇതിൽ. അപ്പം പാർട്ട്ണറിൻ്റെ പേരെന്താണെന്ന് നമുക്ക് ചോദിക്കാം. എൻ്റെ പേര് ഇതാണ്, അപ്പം നിങ്ങളുടെ പേരെന്താണ്, ഞാനിതാ പഠിച്ചത്, നീ എന്താ പഠിച്ചത്, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞും ചോദിക്കാം. അത് കൂടാതെ നമുക്ക് ഡി പ്രൂഫറിൻ അല്ലെങ്കിൽ ഡെ പ്രൂഫർ ക്യാൻ ഈനൻ ഓഹ് നോ വൈറ്റല ഫ്രാഗൻ സ്റ്റെല്ലൻ. ഓക്കെ, അപ്പം നമ്മുടെ എക്സാമിനറിന് നമ്മളോട് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പം നമ്മൾ ആവശ്യത്തിന് പറഞ്ഞില്ല എന്ന് തോന്നുവാണെങ്കിൽ അവർ ചിലപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കും. ചിലപ്പോൾ കുറച്ച് ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള പ്രൂഫർ ആണെങ്കിൽ അവർ വെറുതെ തന്നെ അങ്ങോട്ട് ചോദ്യം ചോദിച്ചേക്കാം. അപ്പം ഇതാണ് ടൈൽ 1 ഔഫ്ഗാബെ 1 ഇതാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ടൈൽ നോക്കാം. അപ്പം രണ്ടാമത്തെ ടൈലിൽ എന്താണ്, ഗെഷ്പ്രേഷ് ഊവ ഐ തീമയാണ്. ഒരു ടോപ്പിക്കിനെ പറ്റിയാണ് സംസാരിക്കുന്നത് രണ്ടാമത്തെ ഔഫ്ഗാബയിൽ. അപ്പോൾ ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് രണ്ട് പേർക്കും, അതായത് നമ്മൾ എക്സാമിനർ ആദ്യം തന്നെ നമുക്ക് 2 പേർക്കും, നമുക്ക് എക്സാമിനീസ് 2 പേരുണ്ടാവുമല്ലോ. അപ്പോൾ 2 പേർക്കും ഒരു പേപ്പർ കിട്ടിയിട്ടുണ്ടാവും ആദ്യം. അപ്പോൾ ആ പേപ്പറിൽ നമ്മുടെ ഈ രണ്ടാമത്തെ ഔഫ്ഗാബ എന്താണെന്ന് എഴുതിയിട്ടുണ്ടാവും കേട്ടോ. അതായത് അതിൽ തന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു തീമേനെ പറ്റിയുള്ള ഒരു കുറച്ച് ഇൻഫർമേഷൻ ആയിരിക്കും. അപ്പോൾ നമ്മളത് നന്നായി വായിച്ചിട്ടുണ്ടാവണം. നമ്മൾ ആ തീമേനെ പറ്റിയുള്ള ഇൻഫർമേഷൻ നന്നായി വായിച്ചിട്ട് ആ വായിച്ചത് എന്താണെന്ന് പറഞ്ഞു കൊടുക്കാനും പറ്റണം. അതുകൂടാതെ ആ തീമേനെ പറ്റിയുള്ള നമ്മുടെ അഭിപ്രായവും നമുക്ക് പറയാൻ പറ്റണം ഇതിൽ. അപ്പം റീഡ് ദ ഇൻഫർമേഷൻ ഓൺ ദി അഡീഷണൽ ഷീറ്റ് കെയർഫുള്ളി, ദെൻ റിപ്പോർട്ട് ഇറ്റ് ടു യുവർ പാർട്ട്ണർ. യുവർ പാർട്ട്ണർ ഹാസ് ഡിഫറെൻറ്റ് ഇൻഫർമേഷൻ ഓൺ ദ സെയിം ടോപ്പിക് ആൻഡ് വിൽ ഓൾസോ ഷെയർ ഇറ്റ് വിത്ത് യു. ഓക്കെ, അപ്പം എന്താണ്, നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ നമ്മൾ വായിച്ച് പാർട്ട്ണറിന് പറഞ്ഞു കൊടുക്കുക. പാർട്ട്ണറിന് ഇതേ തീമേനെ പറ്റി വേറൊരു ഇൻഫർമേഷൻ ആയിരിക്കും ഉണ്ടാവുക. അപ്പം അയാൾ അത് വായിച്ച് നമ്മളോട് പറയും. ആഫ്റ്റർ വേർഡ്സ് ഹാവ് എ ഡിസ്കഷൻ ഓൺ ദ ടോപ്പിക് വിത്ത് ഓർ വിത്തൗട്ട് എ കാർ ഇൻ ദ സിറ്റി. ഫോർ എക്സാമ്പിൾ, സിറ്റിയിൽ കാറ് കൊണ്ടുപോകണോ വേണ്ടോ എന്നായിരുന്നു ടോപ്പിക് അല്ലേ. അപ്പം നിങ്ങൾക്ക് അതിനെ പറ്റി ഒരു ഇൻഫർമേഷൻ ഉണ്ടാവും, നിങ്ങളുടെ പാർട്ട്ണറിന് വേറെ ഇൻഫർമേഷൻ ഉണ്ടാവും. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ ഓൺ ദിസ്, അത് നിങ്ങൾ സംസാരിക്കുക. ഫോർ എക്സാമ്പിൾ, എക്സ്പ്ലെയിൻ ഹൗ യു യൂഷ്വലി ഗെറ്റ് അറൗണ്ട് ഇൻ ദ സിറ്റി, മേക്ക് ഇറ്റ് എ ഡിസ്കഷൻ വിത്ത് യുവർ പാർട്ട്ണർ, റിയാക്ട് ടു സെൻറ്റൻസസ് ആൻഡ് ആഡ് യുവർ കമൻറ്റ്സ്. അപ്പം പാർട്ട്ണർ പറയുമ്പോൾ പാർട്ട്ണർ പറഞ്ഞത് ശരിയാണല്ലോ, അല്ലെങ്കിൽ ഇഷ് സ്റ്റിമഡ് യസു, അല്ലെങ്കിൽ ഇഷ് ഡെങ്കദസ് ഓഹ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പാർട്ട്ണർ പറഞ്ഞതിന് ഒരു റെസ്പോൺസ് കാണിക്കുക. അപ്പം ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള ഗോത്തയുടെ വീഡിയോ ആണെങ്കിലും അല്ലെങ്കിൽ ടെൽക്കിൻ്റെ പ്രൂഫിങ്ങിൻ്റെ ആണെങ്കിലും അതുപോലെ തന്നെ OSDയുടെ ആണെങ്കിലും നമ്മൾ B1 എക്സാം ഏത് B1 എക്സാം എഴുതുകയാണെങ്കിലും നമ്മൾ ഒരു CEFR എന്ന് പറഞ്ഞ ഒരു കോമൺ യൂറോപ്യൻ ഫ്രെയിം വർക്ക് ഓഫ് റെഫറൻസ് ഫോർ ലാംഗ്വേജസ് എന്ന് പറഞ്ഞ ഒരു ഫ്രെയിം വർക്കിന് അടിയിലാണ് ഈ എക്സാംസ് എല്ലാം വരുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ B1 വരെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ഏത് എക്സാം എഴുതിയാലും നമുക്ക് ജയിക്കാൻ പറ്റണം. എക്സാമിൻ്റെ പാറ്റേൺ മാത്രമേ ചെറുതായിട്ട് മാറുന്നുള്ളൂ. ഇപ്പോൾ ഇവിടെ പഠിക്കുന്ന ഇപ്പോൾ OSDക്ക് പഠിച്ച റേഡിയോമെറ്റിൽ തന്നെ ആയിരിക്കും നമുക്ക് ടെൽക്കിന് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾ പഠിക്കുമ്പോൾ യു ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ്, ജർമ്മൻ പഠിച്ച് നമ്മൾ B1 ലെവൽ വരെ എത്തുമെന്ന് വെച്ചാൽ അത് സ്വിറ്റ്സർലാൻഡിൽ യൂസ് ചെയ്യാനാണെങ്കിലും ഓസ്ട്രിയയിൽ യൂസ് ചെയ്യാനാണെങ്കിലും ജർമ്മനിയിൽ യൂസ് ചെയ്യാനാണെങ്കിലും B1 നമ്മുടെ ഒരു ലെവൽ ഇവർ അളക്കുന്നത് ഈ CEFR എന്ന് പറഞ്ഞ ഫ്രെയിം വർക്ക് വെച്ചാണ്. അപ്പം ഇത് ജസ്റ്റ് ബിഹൈൻഡ് ദ മൈൻഡ് അറിഞ്ഞിരിക്കുക കേട്ടോ. ഇനി ഔഫ്ഗാബെ 3. ഔഫ്ഗാബെ 3 എന്താണ്, ഗമൈൻസാം അയിന് ഔഫ്ഗാബെ ലോസൻ. അപ്പം നമ്മൾ
ഒരുമിച്ച് പാർട്ട്ണറിൻ്റെ കൂടെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുക, അതാണ് നമ്മുടെ മൂന്നാമത്തെ അവ്കാബ്. ഇപ്പം ഇതിൽ ഒരു സിറ്റുവേഷൻ ആയിരിക്കും തന്നിട്ടുണ്ടാവുക കേട്ടോ. ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്ന സിറ്റുവേഷൻസ് OSDയുടെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പം ഇൻ ദ ലാസ്റ്റ് വീക്ക് ഓഫ് ദ സമ്മർ ഹോളിഡേയ്സ് യു ഡു നോട്ട് ഹാവ് എ ചൈൽഡ് കെയർ പ്ലേസ് ഫോർ യുവർ ചൈൽഡ്. യുവർ പാർട്ട്ണർ ഇസ് ഇൻ ദ സെയിം സിറ്റുവേഷൻ. ടുഗെദർ തിങ്ക് അബൌട്ട് ഹൂ ക്യാൻ ലുക്ക് ആഫ്റ്റർ ദ ചിൽഡ്രൻ. അപ്പം നിങ്ങൾക്കും നിങ്ങളുടെ പാർട്ട്ണറിനും, അതായത് കൂടെ എക്സാമിന് ഇരിക്കുന്ന ആൾക്കും ഹോളിഡേയ്സിൽ, സമ്മർ ഹോളിഡേ ആണ്, സ്കൂൾ അടച്ചു, അപ്പോൾ കുട്ടികൾ സ്കൂളിൽ പോകുന്നില്ല, അപ്പം കുട്ടികളെ നോക്കാനായിട്ട് ബെഡ് ഡ്രോയിങ് ഇല്ല, അതായത് ചൈൽഡ് കെയർ ഇല്ല. അവസാനത്തെ ഒരാഴ്ച മാത്രം കേട്ടോ, ബാക്കി സമയം നിങ്ങൾക്കുണ്ട്. ആ ഒരാഴ്ച എങ്ങനെ നോക്കാൻ പറ്റും എന്ന് നിങ്ങൾ ഡിസ്കസ് ചെയ്യാനാണ് പറയുന്നത്. എന്നിട്ട് ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറയുന്നു. അപ്പം എനിക്ക് B1 സെയിം ടോപ്പിക്കാണ് വന്നത്. ഒറ്റ വ്യത്യാസം എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഞാനും പാർട്ട്ണറും കൂടെ ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന വേറെ ആളുടെ കുട്ടീനെയായിരുന്നു നോക്കേണ്ടിയിട്ടുണ്ടായിരുന്നത്. ഞാൻ മുമ്പ് ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ സെയിം സിറ്റുവേഷൻസൊക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ട് ഇടും. ഓൺലി തിങ്സ് നമുക്ക് ഇങ്ങനൊരു സാധനം കിട്ടിക്കഴിയുമ്പോൾ ക്ലിയർ ആയിട്ട് വായിക്കണം കേട്ടോ. ഞാൻ ഇത് വീണ്ടും പറയുന്നതെന്ന് വെച്ചാൽ, മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, വീണ്ടും പറയുന്നത്. എൻ്റെ കൂടെ B1 സ്പീക്കിങ്ങിനുണ്ടായിരുന്ന പാർട്ട്ണർ ഊബർനാക്തുങ് എന്നുള്ളതിന് പകരം ഉബറാഷുങ് എന്ന് വായിച്ചു. പുള്ളിക്കാരി അറിയാതെ പെട്ടെന്ന് വായിച്ചു പോയപ്പോൾ ഉബറാഷുങ് എന്നായി പോയി മനസ്സിലാക്കിയത്. അപ്പം പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ നിർത്തിയാൽ മതി, പൊക്കോ എന്ന് പറഞ്ഞു എക്സാമിനർ. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും കുറച്ച് സ്ട്രെസ് ഉണ്ടാവും. പക്ഷേ ക്ലിയർ ആയിട്ട് വായിച്ച് മനസ്സിലാക്കണം, എന്നിട്ട് കറക്റ്റായിട്ട് പറയുക. കാരണം ഉബറാഷുങ്ങും ഊബർനാക്തനും ഏകദേശം ഒരുപോലെയൊക്കെ ഇരിക്കുന്ന വാക്കുകളാണ്. നമുക്ക് പെട്ടെന്ന് ഈ B1 ലെവലിൽ നോക്കുമ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം പെട്ടെന്ന് കത്തില്ല ആ ഒരു സമയത്ത്. ആ പുള്ളിക്കാരിക്ക് അങ്ങനെയാണ് പറ്റിപ്പോയത്. പക്ഷേ മാർക്ക് ഇടുന്ന ആളതൊന്നും നോക്കില്ലല്ലോ. അതുപോലെ തന്നെ പാർട്ട്ണർ എന്തെങ്കിലും ക്യൂസ് നമുക്ക് തരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതും കൂടെ ശ്രദ്ധിക്കുക. തെറ്റിപ്പോയെന്ന് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് റീഡ് ഇറ്റ് വൺസ് മോർ. അപ്പം ഈ ഒരു കേസിൽ നമുക്ക് മുമ്പ് നോട്ട്സ് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു സമയം തരുന്നുണ്ട് അല്ലേ. അപ്പോൾ യു ഹാവ് ഓൾറെഡി മെയ്ഡ് സം നോട്ട്സ് അബൌട്ട് എവറിഥിങ് ദാറ്റ് നീഡ്സ് ടു ബി ഓർഗനൈസ്ഡ്. അപ്പം ഇങ്ങനെ ഒരു കേസിൽ ബെഡ് ഡ്രോയിങ് ആണ്, ഇപ്പോൾ ചൈൽഡ് കെയർ ആണ്, അതിന് എന്തൊക്കെ ചെയ്യണം, കുട്ടീനെ എവിടെ നിന്ന് പിക്ക് ചെയ്യണം, എവിടെ ഡ്രോപ്പ് ചെയ്യണം, ഫുഡ് അറേഞ്ച് ചെയ്യണ്ടേ. ഫോർ എക്സാമ്പിൾ ഈ ഒരു കേസിൽ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാനായിട്ട് നമുക്ക് പറയാം, എനിക്ക് ആ സമ്മറിൽ ലാസ്റ്റ് വീക്കിൽ മോർണിംഗ് ഷിഫ്റ്റാണ്, അപ്പം വൈകുന്നേരം ഞാൻ കുട്ടികളെ നോക്കാം. അപ്പം നിനക്ക് വൈകുന്നേരത്തെ ഷിഫ്റ്റ് ആണല്ലോ, അല്ലെങ്കിൽ നിനക്ക് വൈകുന്നേരത്തെ ഷിഫ്റ്റ് എടുക്കാൻ പറ്റുമോ, അങ്ങനെ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക. എന്നിട്ട് കുട്ടികൾക്ക് എന്ത് ആക്ടിവിറ്റീസ് കൊടുക്കും, സിനിമ കാണാൻ വീട്ടിൽ പ്ലേ ചെയ്ത് കൊടുക്കണോ, അല്ലെങ്കിൽ ഫുഡ് എങ്ങനെ അറേഞ്ച് ചെയ്യണം, പാർക്കിൽ കൊണ്ടുപോകണോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഡിസ്കസ് ചെയ്യുക. അവസാനം സമയം തീരും മുന്നേ കൺക്ലൂഷനിൽ എത്തുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ പറഞ്ഞ പോലെ ഇങ്ങനെയൊക്കെ ചെയ്യാം അല്ലേ എന്ന് പറഞ്ഞിട്ട് നിർത്താം. ഒരു സൊല്യൂഷനിൽ എത്തിയിട്ട് വേണം നിർത്താനായിട്ട്. ഡിസ്കസ് ചെയ്യാൻ നോക്കുക. ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ മാത്രം അടിച്ചേൽപ്പിക്കുകയല്ല. അതുപോലെ ആ പാർട്ട്ണർ പറയുന്ന എല്ലാം ശരി എന്ന് പറഞ്ഞ് സമ്മതിച്ചു കൊടുക്കാനും പാടില്ല. അല്ല, അവിടെ ഇങ്ങനെയല്ല, എനിക്ക് കുറച്ച് എൻ്റെ അഭിപ്രായം ഇങ്ങനെയാണ്, നീ പറഞ്ഞത് കൊള്ളാം, പക്ഷേ എനിക്ക് ഇങ്ങനെയാണ് പറയാൻ താല്പര്യം, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയാണ് ചെയ്യാൻ താല്പര്യം, അങ്ങനെയും കൂടെ പറയാൻ ശ്രമിക്കുക. സോ ദാറ്റ് നമുക്ക് നമ്മുടെ ഒപ്പീനിയൻ കറക്റ്റായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ അറിയാമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇതാണ് സ്പ്രെഷൻ, അവ്ഗാബ്, ദ്രൈ. അപ്പം നമ്മൾ സ്പ്രെഷനിൽ 3 ടൈലിനെ പറ്റി പറഞ്ഞു അല്ലേ. അവ്ഗാബെ ഐൻസ് എന്താണ്, കോൺടാക്ട് ഔഫ്നാമയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാൻ വേണ്ടിയുള്ള കുറച്ച് സെൽഫ് ഇൻട്രൊഡക്ടറി സെൻറ്റൻസസ് ആണ്. അവ്ഗാബെ സ്വൈ എന്ന് പറഞ്ഞാൽ ഒരു തീമിനെ കുറിച്ചുള്ള ഒരു സംസാരമാണ്. അത് നമുക്ക് പേപ്പറിൽ തന്നിട്ടുള്ളത് എന്താണെന്ന് ക്ലിയർ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാനും പറ്റണം, എൻ്റെ അഭിപ്രായവും എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. മൂന്നാമത്തത് ഗമൈൻസാം അതിന് അവ്ഗാബെ ലോസൻ, ഒരു പ്രോബ്ലം തന്നിട്ടുണ്ടാവും, ആ പ്രോബ്ലത്തിന് നമ്മൾ രണ്ടുപേരും കൂടെ നമുക്കൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക. ഇതാണ് OSD പ്രൂഫിങ്ങിൻ്റെ സ്പ്രെഷൻ ടൈൽ. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരത്തേക്കും cheers.